അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഓഡിയോ ഓക്കെ എന്ന് തോന്നുന്നുണ്ട്. സ്നേഹൽ കേൾക്കാൻ പറ്റുന്നില്ലേ? എല്ലാവരും ഓഡിയോ ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമ്മൾ ഇന്നലെ നിർത്തിയത് കോമ്പോണൻസ്, നമ്മൾ 2 ബട്ടൺസ് ഉണ്ടാക്കി. പിന്നെ ഇന്നലെയാണ് സൊമാറ്റോൻ്റെ ഒരു ആർട്ടിക്കിൾ ഇട്ടുണ്ടായിരുന്നു. അപ്പം അത് ആൾക്കാർ എല്ലാവരും വായിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കും. കുറച്ച് പേരൊക്കെ വായിച്ചിട്ടുണ്ടാവും എന്തായാലും. അതിൽ കാണാം നമുക്ക് ഇങ്ങനെ അറ്റോമിക് ആയിട്ട് ആദ്യം കളേഴ്സ്, ഐക്കൺസ് തന്നെ ഇപ്പോൾ ഇതിൽ ചെയ്തില്ല. നമുക്ക് ഐക്കൺസ് ഞാൻ വേറെ തന്നെ ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കാം, നമുക്ക് ടൈം ഉണ്ടോ. അടുത്ത നമുക്ക് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കോമ്പണൻസ് ആണ് നമ്മൾ എന്തായാലും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. കാർഡ്സ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ. ഈ എന്താ പറയാ, മറ്റേ ഈ ബുക്കിംഗ് സൈറ്റുകൾ കണ്ടിട്ടുണ്ടാവും, മൂവി. അപ്പൊ അതിലൊക്കെ ഓരോ മൂവിയൊക്കെ ഓരോ കാർഡ്സ് ആയിട്ടുണ്ടാവുക. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാർഡ് ഉണ്ടാവും. സോ നമുക്ക് അങ്ങനെ ഒരു കാർഡ്സ് ഇന്ന് ഇതേ കോമ്പണൻസ് വെച്ച് തന്നെ ഉണ്ടാക്കാം. സോ ഞാൻ വീണ്ടും ഒരു ഫ്രെയിം ഉണ്ടാക്കാണ്. ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കി പറഞ്ഞു. കാരണം എനിക്ക് ചാറ്റ് ബോക്സ് ആക്ച്വലി ഞാൻ ക്ലോസ് ചെയ്ത് വെക്കാണ്. കാരണം എൻ്റെ ഇവിടെ സ്ക്രീനിൽ വന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കേണ്ട അവസ്ഥ. സോ മൈക്ക് ഓൺ ആക്കി ഡൗട്ട് ചോദിച്ചോ. നമ്മൾ ഇന്നലെ ഇട്ട അതേ ആർട്ട് ബോർഡ്, ഐ മീൻ ഫ്രെയിം ഇടും. സോ നമ്മളിന്ന് കാർഡ്സ് ഉണ്ടാക്കും. സോ നമുക്ക് കാർഡ്സ് എന്ന് പേരിടാം. ആസ് യൂഷ്വൽ വിൽ സ്റ്റാർട്ട് വിത്ത് റെക്ടാങ്കിൾ. റെക്ടാങ്കിൾ നമ്മൾ ഇത്രയും കാലം ഡ്രാഗ് ചെയ്ത വരച്ചിട്ടുണ്ടായി. നമുക്ക് ആക്ച്വലി അത് അന്ന് പറയാൻ പറ്റാണ്. നമ്മൾ ഏത് ടൂൾസ് എടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബേസിക് റെക്ടാങ്കിൾ അവിടെ അവർ ഓൾറെഡി വരച്ചു. ഇപ്പൊ 100x100 ഉള്ള ഒരു സൈസ്. സോ ഈ റെക്ടാങ്കിൾ ഞാനിപ്പം ഗ്രിഡ് ഓൺ ആക്കാണ് ഒരു കറക്റ്റ് സൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട്. സോ അത് നമ്മൾ ബേസിക് ഒരു റെക്ടാങ്കിൾ ആണ് വരയ്ക്കുക. ജസ്റ്റ് ഒരു റാൻഡം സൈസ് മേപ്പ് വരച്ചു. സോ ഇതായിരിക്കും നമ്മുടെ കാർഡിന്റെ ഏറ്റവും ബേസ് ലെവൽ സാധനം ഉണ്ടാവും. ചേഞ്ചിങ് റെക്ടാങ്കിൾ ലൈൻ ടു കാർഡ് ലൈറ്റ്. ഇതിന്റെ കളർ ഞാൻ വൈറ്റ് ആണ് കൊടുക്കുന്നത്. ഞാൻ ഇപ്പം സ്റ്റൈൽസിന് കളർ എടുക്കുന്നില്ല, തൽക്കാലം ഉള്ള ഒരു കളർ ജസ്റ്റ് വൈറ്റ് തന്നെ പിക്ക് ചെയ്യാം. ഇപ്പം എനിക്ക് റിട്ട് നമുക്ക് ഓഫ്. സോ കാർഡ് ഇവിടെ ഉണ്ട്, കാർഡ് പ്ലേറ്റ് ഇവിടെ ഉണ്ട്. ഇതിന് ജസ്റ്റ് നമ്മൾ ആസ് യൂഷ്വൽ റേഡിയസ് കൊടുക്കാറുള്ള പോലെ 16. തൽക്കാലം ഒരു സ്ട്രോക്ക്. ഈ സ്ട്രോക്ക് ഞാൻ റൈറ്റ് സൈഡിൽ നിന്ന് ഫിലിന്റെ താഴെ നിന്നിട്ടാണ്. അതിനെ കുറച്ചിനെ കളി ജസ്റ്റ് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. ഇതിന്റെ വിഡ്ത്ത് ഇത്ര വേണ്ട, 60. സോ നമ്മളെ ബേസിക് എന്താ കാർഡിന്റെ ഒരു കാർഡ് പ്ലേറ്റ് ഉണ്ടായി. നെക്സ്റ്റ് ഒരു ടെക്സ്റ്റ് ആടെയാണ്. എന്താ ഒരു ജസ്റ്റ് ഒരു ടൈറ്റിൽ, ഞാനിപ്പം ടൈറ്റിൽ തന്നെ കൊടുക്കണം. നമ്മൾ ഇന്നലെ ചെയ്തു വെച്ച ടെക്സ്റ്റ് സ്റ്റൈൽസ് ഉണ്ട്. അതിലിപ്പം ഇന്നലെ ചെയ്തല്ലോ ടൈപ്പോഗ്രാഫിയിലെ സ്റ്റൈൽസ്. ഞാൻ ഇപ്പം ഹെഡിങ് 2 ആണ് ഇവിടെ ആക്ച്വലി കൊടുക്കാൻ ഉദ്ദേശിച്ചത്. സോ നമ്മൾ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്യാം. റൈറ്റിൽ നമ്മളെ സ്റ്റൈൽസ് ഓൾറെഡി ഇപ്പോൾ ബട്ടൺ ആണ് അപ്ലൈ ആയിട്ടുള്ളത്. ഹെഡിങ് 2 കൊടുക്കാണ്. ആൻഡ് ജസ്റ്റ് 24 സൈഡിൽ കാണും. അടുത്തൊരു നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ആയിട്ട് വരും. വീണ്ടും ഞാൻ ടെക്സ്റ്റ് എടുക്കാണ്, ഒരു ബോക്സ് വരയ്ക്കാണ്. ഒരു റാൻഡം ടെക്സ്റ്റ് ഇട്ടു. ഇതിപ്പം
നമ്മൾ 24 ആക്കി. ഇനിയിപ്പോൾ ഇപ്പുറത്ത് 34 ഉള്ളത്. അപ്പം എടുത്തൊരു 10 കൂടെ ഇതിന് കൊടുത്തു, കൂട്ടി കൊടുത്തു. അപ്പം രണ്ട് സൈഡ് നമുക്ക് 24 ആയി. ഈ ടെക്സ്റ്റ് ഞാനിപ്പോൾ തൽക്കാലം വെബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചുമ്മാ കോപ്പി പേസ്റ്റ് ചെയ്യും. ഹെഡിങ് മാറ്റിയിട്ട് സബ് ടൈറ്റിൽ 1 കൊടുത്തു, സബ് ടൈറ്റിൽ 2 1. ആക്ച്വലി സോ ഇപ്പം എൻ്റെ ടെക്സ്റ്റായി ഇവിടെ ജസ്റ്റ് ഒരു സ്പേസിങ് 16 കൊടുക്കാണ്ട് ടൈറ്റിൽ ടു താഴെ വരെ. ഇപ്പോൾ 28 ഉള്ളത് ജസ്റ്റ് ഒന്ന് ചെറുതാണ്. ഹൈറ്റ് പോയി ജസ്റ്റ് 4 പിക്സൽ. Okay, so I'm not actually happy with this text. ഞാൻ ഈ സ്റ്റൈൽ ഒന്ന് എഡിറ്റ് ചെയ്യാണ്, കാരണം ഇത് ടൈറ്റിലും ഇതും തമ്മിൽ വലിയ ഡിഫറൻസ് തോന്നുന്നില്ലല്ലോ. സോ ഞാൻ ജസ്റ്റ് ഒന്ന് അത് എഡിറ്റ് ചെയ്യാണ്. ഇത് മാറ്റി ലൈറ്റ്. ഓക്കെ, സോ സ്റ്റൈൽ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് ഇന്നലെ പറഞ്ഞാണല്ലോ. നമ്മൾ സ്റ്റൈൽസിന്റെ ടാബ് എടുക്കാം, ഏത് സ്റ്റൈൽ വെച്ച് സെലക്ട് ചെയ്യാം. ഇവിടെ സൈഡിൽ നമ്മുടെ ഈക്വലൈസർ പോലത്തെ എഡിറ്റ് സ്റ്റൈൽ ഉണ്ടാവും. അവിടെ പോയി നമുക്ക് ഇടയിൽ ടെക്സ്റ്റ് സൈസിലൊക്കെ 16 എഡിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പൊതുവെ ലൈൻ സൈസ് കൊടുക്കാറ് 125 to 140% ആണ്. അതായത് ഈ 16ന്റെ 125% ആയിരിക്കും ലൈൻ ഹൈറ്റ് ഉണ്ടാവും. ഈ ടെക്സ്റ്റുകൾ തമ്മിലുള്ള ഓരോ ലൈനില്ലേ, അതിൻ്റെ ഇടയിലുള്ള സ്പേസിംഗ് ആണ്. സോ നമുക്കിപ്പം ടൈറ്റിലും ഒരു സബ് ടെക്സ്റ്റുമായി. ആക്ച്വലി ഇത് സബ് ടൈറ്റിൽ നിന്നുള്ള സെലക്ട് ബോഡി ടെക്സ്റ്റ് അല്ല. നമ്മൾ ഇന്നലെ ബോഡി ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തില്ല. സോ അതാണ് ആ ഒരു പ്രശ്നം വന്നത്. കുറച്ചൊരു കോൺട്രാസ്റ്റ് ഭയങ്കര അടുത്തുള്ളത്. തൽക്കാലം അങ്ങനെ കിടക്കട്ടെ. ഇനി നമ്മൾ ഇതിൽ ആഡ് ചെയ്യാനുള്ളത്, നിങ്ങൾ ഈ ഇങ്ങനത്തെ കാർഡ് കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. ആക്ച്വലി ഒരു ബട്ടണും ഒരു ഇമേജും ഉണ്ടാവും. സോ ഞാൻ ബട്ടണിന്റെ കാര്യം വിട്ടുപോയി. സോ ഞാൻ കുറച്ചുകൂടെ അവിടെ വെക്കാണ്. എന്നിട്ട് നമ്മൾ ഇന്നലെ ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ ബട്ടൺ ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു ആക്ച്വലി നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ബട്ടൺ ആക്ച്വലി കുറച്ച് വലുതാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഫ്രെയിമിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഈ ബട്ടൺ ഉണ്ടാക്കിയത്. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് എന്തായാലും വെച്ച് നോക്കാം. തിങ്ക് വലിയ പ്രശ്നമില്ല. എന്നാലും ഞാൻ ഈ ബട്ടണിന്റെ സ്റ്റൈലൂടെ എഡിറ്റ് ചെയ്യണം. ഞാൻ അന്ന് പറഞ്ഞില്ലേ, നമ്മൾ ആക്ച്വലി ഡിസൈൻ സിസ്റ്റം ഇതുപോലെ ആദ്യമല്ലേ ഉണ്ടാക്കാം. നമ്മൾ എന്തായാലും കുറച്ച് ഇറ്ററേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ സിസ്റ്റം ഉണ്ടാക്കാം. നമ്മൾ ഇന്നലെ ഒരു റാൻഡം വാല്യൂ വെച്ചിട്ടാണ് ഈ ബട്ടണൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഞാനിപ്പം ഇവിടെ 64 കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ ഹാഫ് ആക്കാണ് 32. പിന്നെ അതിന്റെ ഹൈറ്റ് കൺസ്ട്രെയിൻ കൊടുത്തത് 16 ആണ്, 32 ആണ്. 16. സോ ഇതാണ് എൻ്റെ ബട്ടൺ. സോ അതിവിടെ ചേഞ്ച് ആയി. ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ ആയിട്ട് ഞാൻ എക്സ്പ്ലോർ കുറച്ചുകൂടെ ലോങ് ബട്ടൺ ആയിരിക്കും നല്ലത്. സോ സർക്കാർ ഇത് ലോങ് ആക്കാൻ വേണ്ടി നമുക്ക് ഈ സ്റ്റൈലിനെ ഒന്നുകൂടെ എഡിറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കണം. എന്നിട്ട് ഇതിനിപ്പം ഇതിൻ്റെ കോപ്പി ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആയിരിക്കും അത്. സോ അതാദ്യം
അറ്റാച്ച് ചെയ്യണം. ഇവിടെ explore കൊടുത്തു. And here again changing the horizontal padding 64. ഇവിടെ ഇപ്പം നമ്മൾ പഴയ ബട്ടണാണ് വെച്ചിട്ടുള്ളത്. സോ ഞാൻ ഈ ബട്ടൺ ഇപ്പൊ പുതിയതായിട്ട് ഉണ്ടാക്കിയ ബട്ടണും ഞാൻ ഇന്നലെ ചെയ്ത പോലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് കോമ്പോണന്റ് പറഞ്ഞു കൊടുക്കുകയാണ്. സോ ഇതൊരു പുതിയ കോമ്പോണന്റ് ആയി ഇതിന്റെ പ്രൈമറി ലോങ് ബട്ടൺ ഇതിപ്പോ നമ്മളെ പഴയ ബട്ടൺ തന്നെ കിടക്കുന്നത്. അപ്പൊ ഇതിപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബട്ടന്റെ ഇൻസ്റ്റൻസ്. സോ അത് മാറ്റി നമ്മൾ റൈറ്റ് സൈഡിൽ ഇൻസ്റ്റൻസ് പോയിട്ട് പ്രൈമറി ലോങ് ബട്ടൺ കൊടുക്കാം. സോ അത് മാറി. സെൻറ്റർ അലൈൻ ചെയ്തു. ഇവിടെ 24 കൊടുത്തു. ഞാനിത് തിരിച്ച് ഒരു 24 അവിടെ 24 ആക്കി. ഐ തിങ്ക് നമുക്കത് 32 ആക്കാം. ആക്ച്വലി സ്പേസിങ് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം വരുന്നതാണ്. നമ്മൾ കുറേ പ്രൊജക്റ്റ്, അതാണ് ഞാൻ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമൊക്കെ ട്രൈസ് ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ ട്രൈസ് ചെയ്ത് വരുമ്പോഴായിരിക്കും ആക്ച്വലി നമുക്ക് സ്പേസിങ്ങും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കുറച്ചുകൂടി ഐഡിയ ആയിട്ട്. ഞാനിതിപ്പം 32 എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കാൻ വേണ്ടിയാണ്. കാരണം നമുക്കിപ്പം നേരത്തെ 24 ആണെങ്കിൽ ഇതെല്ലാം ഒറ്റ ഒരു ഗ്രൂപ്പ് പോലത്തെ ഒരു ഫീൽ ആയിരിക്കും. ഇപ്പൊ കുറച്ച് ബട്ടണിന് വിട്ട് നിൽക്കാണ്. സോ ഇതിപ്പം ഒന്ന് താഴെ നമുക്ക് 32 കൊടുക്കാം ബട്ടൺ. ഇനി നമുക്ക് ആക്ച്വലി മുകളിലൊരു ഇമേജ് കൂടെ വന്നു. പിന്നെ ഞാൻ ഒരു ജസ്റ്റ് ഒരു റാൻഡം ഒരു നേച്ചർ അല്ലെങ്കിൽ ഇവിടെ ടൈറ്റിൽ മാറ്റം. കൊടുക്കാം. അടുത്ത ഞാനൊരു ഇമേജ് ഇവിടെ ആഡ് ചെയ്യണം. സോ വീണ്ടും റെക്ടാങ്കിൾ എടുക്കുന്നു, ക്ലിക്ക് ചെയ്യാം. ഇതിന്റെ വിഡ്ത്ത് അനുസരിച്ച് കൊടുക്കും. 360 ആണ്. സോ ഈ റെക്ടാങ്കിളും 360 ആണ് കൊടുക്കണം. മുകളിലേക്ക് ക്ലിക്ക് ചെയ്തു. ഇവിടത്തേക്ക് ഒരു 32 അവിടെ 32 കറക്റ്റ് വന്നു. തിങ്ക് അത് നമുക്ക് 24 ആക്കാം. നമ്മൾ നേരത്തെ മുകളിൽ ആക്ച്വലി റൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ റെക്ടാങ്കിൾ വന്നപ്പം റൗണ്ട് പോയി. സോ വീണ്ടും മുകളിൽ റൗണ്ട് ആണ്. പക്ഷെ മുകളിൽ എനിക്ക് റൗണ്ട് ചെയ്യുമ്പം ഈ താഴത്ത് രണ്ട് ബോട്ടം 2 പോയിന്റ്സും റൗണ്ട് ചെയ്യണ്ടാവും. ജസ്റ്റ് മുകളിലത്തെ 2 പോയിന്റ്സ് മാത്രം റൗണ്ട് ചെയ്യണം. സോ ഈ റൗണ്ട് ചെയ്യുന്ന നമ്മളെ കോർണർ റേഡിയസിന്റെ റൈറ്റ് സൈഡിൽ ഇൻഡിപെൻഡന്റ് കോർണേഴ്സ് പറഞ്ഞിട്ടൊരു ഐക്കൺ കാണാം. ഒരു 4 ക്രോപ്പ് ഐക്കണൊക്കെ പോലത്തെ ഒരു ഐക്കൺ. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ ഓരോ ഇൻഡിപെൻഡന്റ് പോയിന്റ് ഉണ്ടോ അത് സെപ്പറേറ്റ് വാല്യൂസ് കൊടുക്കാൻ പറ്റും. സോ ഞാൻ നേരത്തെ കൊടുത്തത് 16 ആണ്. ഇത് ടോപ്പ് ലെഫ്റ്റ് ആണ്. അവിടെ 16 കൊടുത്തു. പിന്നെ ടോപ്പ് റൈറ്റ് 16 കൊടുത്തു. ബാക്കി രണ്ടും എനിക്ക് 0. സോ ആ ഒരു വാല്യൂ അവിടെ അപ്ലൈ ചെയ്യാം. ഇതിന് നമുക്ക് ഇമേജ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഞാൻ ഇതെല്ലാം സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാണ്. ആൻഡ് ചേഞ്ചിങ് ദി നെയിം ടു കാർഡ്. നെക്സ്റ്റ് തിങ് ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാർഡിന് പ്ലേറ്റിന് ഒരു സ്ട്രോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് റിമൂവ് ചെയ്യാണ്. എന്നിട്ട്
കാർഡിന് മൊത്തത്തിലൊരു ഷാഡോ എഫക്റ്റ് കൊടുക്കാം. കാരണം അത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഡിസ്റ്റിങ് ചെയ്ത് നിൽക്കാനും പിന്നെ ത്രൂ ഔട്ട് നമ്മൾ ഈ കാർഡ് യൂസ് ചെയ്തെത്തിക്കാൻ ഷാഡോ. സോ താഴെ നമുക്ക് എഫക്ട്സ് പാനൽ കാണാം. അതിൽ പ്ലസ് അടിച്ച് കഴിഞ്ഞാൽ ഷാഡോ വരും. പിന്നെ കുറച്ച് വേറെ എഫക്ട്സ് ഞാൻ ഒന്ന് പറഞ്ഞല്ലോ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ അറൗണ്ട് ചെയ്ത് നോക്കും. ഡ്രോപ്പ് ഷാഡോ ഉണ്ട്. അതിൽ വാല്യൂസ് ഞാനിപ്പം ബ്ലറ് പിന്നെ എക്സ് വൈ പൊസിഷൻ ആയിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ റൈറ്റും ലെഫ്റ്റും പൊസിഷൻ, വൈ നമ്മളെ ടോപ്പ് ടു ബോട്ടം പൊസിഷൻ ആണ്. സോ ബ്ലറിന് ഞാനിപ്പം അറൗണ്ട് ഒരു 8 കൊടുത്തു. വൈ പൊസിഷൻ ഐ തിങ്ക് ഒരു 2 മതിയോ. സോ യാ ബ്ലർ കുറച്ചുകൂടെ ബ്ലർ ഒരു 10 കൊടുത്തേ. വൈ സോ ഇതാണ് ആക്ച്വലി നമ്മുടെ കാർഡിന്റെ ഒരു കിടപ്പ്. സ്പേസിങ് കുറച്ച് വേണം. വീണ്ടും 32 ലൈൻ. കുറച്ച് വീടായിട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈ സൈഡിൽ 24 കൊടുത്ത് താഴെ 32 കൊടുത്ത് കുറച്ചൊരു പ്രശ്നമായി. സോ വീണ്ടും 24 and yes. നടക്കട്ടെ. നമുക്ക് ഇവിടെ ഒരു ഇമേജ് ആഡ് ചെയ്യണം. ഇമേജ് നമുക്ക് വേണമെങ്കിൽ ആക്ച്വലി ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് അല്ലെങ്കിൽ unsplash.com മറ്റൊരു സൈറ്റ് ഉണ്ട്, ഗ്രൂപ്പിലിടാം. ഗ്രൂപ്പിലത് ആക്ച്വലി അതിൻ്റെ ഒരു ലൈബ്രറി ഉണ്ട്. ഇതിൽ ആക്ച്വലി നമുക്ക് റോയാലിറ്റി ഫ്രീ ഇമേജസ് കിട്ടും. അതായത് ബാക്കി നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ നിന്നൊക്കെ നമ്മൾ ആക്ച്വലി ഇമേജ് എടുക്കുകയാണെങ്കിൽ അതിനൊക്കെ കോപ്പി റൈറ്റ് ഉണ്ട്. ഇത് ആക്ച്വലി അങ്ങനെയല്ല, ഫ്രീ ഇമേജസ് ആണ്. നമുക്ക് കോപ്പി റൈറ്റ് ഇല്ലാതെ ഹൈ ക്വാളിറ്റി ഇമേജസ് ആക്ച്വലി ഇവിടുന്ന് കിട്ടും. അപ്പോൾ വൺ വേ ഓഫ് ഡൂയിങ് ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഇമേജ് സേവ് ചെയ്യാം. കുറച്ച് ദുരന്തമാണ്. ഐ തിങ്ക് ഇമേജ് ഇങ്ങനെ ഇടുന്നത് ഓൾറെഡി എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. തൽക്കാലം ഓൾറെഡി ലാപ്ടോപ്പ് കിടക്കുന്ന ഇതിൽ ഇമേജ് തന്നെ നമുക്ക് ഇടാം. എന്നിട്ട് ഞാൻ വേറൊരു മെത്തേഡ് കാണിച്ചു തരാം ആക്ച്വലി ഇമേജ്. വൺ വേ ഓഫ് ഇമേജ് ഇടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഇമേജ് ഞാൻ സെലക്ട് ചെയ്തു. ഈ റെക്ടാങ്കിൾ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കിയിട്ട് ഈ ഇമേജിന്റെ മുകളിലേക്ക് എടുക്കുകയാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഫിഗ്മയിൽ താഴെയാണ് വരേണ്ടത്. നമ്മൾ മാസ്ക് ചെയ്യാന്ന് പറയും. ഇമേജിന്റെ മുകളിലാണ് എക്സ്റ്റിൽ ചെയ്യാറ്. ഫിഗ്മയിൽ പക്ഷെ ആക്ച്വലി തിരിച്ചാണ്. എക്സ്റ്റിൽ ആക്ച്വലി നമ്മളിങ്ങനെ മാസ്ക് അയച്ചു കഴിഞ്ഞാൽ ഈ ഷേപ്പ് നമ്മൾ ഇമേജിന്റെ മുകളിൽ വെക്കും. എന്നിട്ട് ഇമേജ് കൂടെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാസ്ക് എന്നുണ്ടാവും.
ഐ തിങ്ക് എക്സ്റ്റൈൽ മാസ്ക് എന്നാണ്, പക്ഷെ ഇതിൽ ആക്ച്വലി തിരിച്ചാവുന്നു. സോ ഞാൻ ആദ്യം അത് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. സോ ഇത് തിരിച്ചിടുക, സോറി, ഇമേജ് പ്ലേറ്റ് നമ്മൾ താഴെ കൊണ്ടുവരിക, കാർഡിലേക്ക് ഇമേജ് മുകളിൽ കൊണ്ടുവരിക. എന്നിട്ട് ഈ 2 ലെയറും സെലക്ട് ചെയ്തിട്ട് യൂസ് മാസ്ക് അടിച്ചു കഴിഞ്ഞാൽ ആ ഇമേജ് മാത്രമായിട്ട് നമുക്ക് വരും. എന്നിട്ട് ഇതൊന്ന് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നീക്കാൻ എളുപ്പമായിരിക്കും. സോ ഇതൊരു വേ ഓഫ് ഇമേജ് ഇടുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ ഫില്ലിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇമേജ് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ചൂസ് ഇമേജ് കൊടുത്തതിനാ നമുക്ക് ഈ ഇമേജ് ഇതുണ്ട്. പിന്നെ ഇതിന്റെ ആക്ച്വലി നമുക്ക് പ്ലേ അറൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ വേറൊരു ആക്ച്വലി ലൈബ്രറി വെച്ചുള്ള ഒരു മെത്തേഡ് ആണ്, അതാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് സിമ്പിൾ. നിങ്ങൾക്ക് ഇങ്ങനെ ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരും. അപ്പം ഫിഗ്മയിൽ ആക്ച്വലി ലൈബ്രറി അല്ല, സോറി, പ്ലഗിൻസ് എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. നമ്മളിപ്പം എക്സ്റ്റേണൽ ഡെവലപ്പേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തൊരു സാധനമായിരിക്കും. സോ നമ്മൾ ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ റെക്ടാങ്കിൾ സെലക്ട് ചെയ്യാം, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്ലഗിൻസ് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ പോവാ. ഞാനിപ്പോൾ ഓൾറെഡി അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അൺസ്പ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സോ നിങ്ങൾ പ്ലഗിനിൽ പോവാ, ബ്രൗസ് ചെയ്യുക, സെർച്ച് ചെയ്യുക. മോസ്റ്റ്ലി ഇത് ഭയങ്കര പോപ്പുലർ ആയ, ഞാൻ തൽക്കാലം അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യാം. പോപ്പുലർ ആയ ലൈബ്രറിയാണ് ഫിഗ്മയിൽ യൂസ് ചെയ്യുന്നത്. മുകളിൽ തന്നെ കാണും നിങ്ങൾ യൂസ് ചെയ്യുന്നത്. സോ അത് ഇൻസ്റ്റാൾ ചെയ്യുക, തിരിച്ച് ഗോ ബാക്ക് ടു യുവർ ഫിഗ്മ ഡിസൈൻ പേജ്, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്ലഗിൻസ് ഉണ്ടാവും, അത് പോയിട്ട് അൺസ്പ്ലാഷ് ക്ലിക്ക് ചെയ്യാം. സോ ആ ഒരു ലൈബ്രറി തുറന്നു വരും. ഇതിൽ കാറ്റഗറീസ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് റാൻഡായിട്ട് എന്തെങ്കിലും ഇമേജ് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം ഞാൻ എന്തായാലും ഒരു ഫോറസ്റ്റ് ഇമേജ് എന്തെങ്കിലും സെലക്ട് ചെയ്യണം. ഈ ഇമേജ് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആകും ടൈം. അതവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. സോ ഇതൊരു വേ ഓഫ് നമുക്ക് ഇമേജ് ഇടാൻ പറ്റുന്നൊരു മെത്തേഡാണ്. ഇപ്പം ഇങ്ങനെയാണ് മോസ്റ്റ്ലി ഇപ്പം നമ്മൾ ലൈബ്രറീസിൽ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം വേറൊരു അടിപൊളി ലൈബ്രറി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം മുന്നേ ചെയ്തില്ല. അപ്പം അവതാറിൽ നമ്മൾ റൗണ്ടായിട്ട് ആൾക്കാർ ഇടാനുള്ള ഒരു ഇതുണ്ടായിരുന്നു, ഒരു കൺഫ്യൂഷൻ. സോ അതിന് ആക്ച്വലി ഒരു അടിപൊളി ലൈബ്രറി ഉണ്ട്. വീണ്ടും പ്ലഗിൻസ് പോവാം. ഞാനിപ്പോൾ അത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവതാർസ് എന്നാണ് പേര്, ഞാൻ ഗ്രൂപ്പിൽ അത്. പിന്നെ നിങ്ങളെന്തായാലും ആ ലൈബ്രറി പേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചു പെറുക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കുറച്ച് സാധനങ്ങൾ. ഇതിൽ അവതാർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റാൻഡായിട്ട് ഒരു ഇമേജ് വരും. സോ ഇപ്പോൾ ഓൾറെഡി ആയി, നമുക്കത് സ്കെയിൽ ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീണ്ടും അവതാർ കൊടുത്തതിന് വേറൊരു ഇമേജ് അവിടെ വരും. സോ ഇതൊരു ലൈബ്രറിയാണ്. അതുപോലെ ഐക്കൺസിനൊക്കെ ആക്ച്വലി ലൈബ്രറീസ് ഉണ്ട്. ഇതിൽ ഫ്ലാറ്റ് ഐക്കൺ ഉണ്ട്, പക്ഷേ അത് സെറ്റപ്പ് ചെയ്തില്ല. വേണമെങ്കിൽ നമുക്ക്
വേറെയും എന്തെങ്കിലുമൊക്കെ ഐക്കൺസിനുള്ള ഉണ്ടാവും. ഇവിടെയാണ് ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ലൈബ്രറീസ് ഒന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കി. കുറെ ലൈബ്രറീസ് ഉണ്ടാവും. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് തന്നെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ലൈബ്രറീസ് ആരെങ്കിലൊക്കെ എന്തെങ്കിലും ആർട്ടിക്കിളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഞാൻ മോസ്റ്റ്ലി ഇമേജസിനൊക്കെയാണ് ലൈബ്രറീസ്. സോ നമ്മൾ വീണ്ടും ബാക്ക് ടു ദി സെന്റർ അല്ല. ഓക്കെ, സോ നമ്മുടെ കാർഡായി. അപ്പം ഇതുപോലെ തന്നെയാണ് ആക്ച്വലി കുറെ എലമെന്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിട്ട് ആർട്ടിക്കിളിൽ കാണിച്ചു. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായില്ലേ നമ്മള് ഈ കോമ്പണൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ആക്ച്വലി അറ്റോമിക് ഡിസൈൻ എന്നാണ് ഇതിനെ പറയാൻ പറഞ്ഞത്. സോ ആ ഒരു ഇതിനാണ് ഈ ആർട്ടിക്കിൾ ആക്ച്വലി പറയുന്നത്. നമ്മൾ ആദ്യത്തെ കോമ്പണൻസ് ടെക്സ്റ്റൈൽസ്, കളേഴ്സ്, ഐക്കൺസ്, ഷാഡോ, ബോർഡർ, പിന്നെ സ്പേസിങ്ങും ചിലപ്പം ചെയ്യാറുണ്ട്. ചില ഇതിലുണ്ടോ എനിക്ക് ഓർക്കുന്നില്ല, ഉണ്ടാവും. സോ ഇതിനാണ് നമ്മൾ ആറ്റംസ് എന്ന് പറയുക. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് മോളിക്യൂൾസ് ഉണ്ടാക്കി. അതായത് ബട്ടൺസ് നമ്മൾ ബാക്കിയൊന്നും ചെയ്തില്ല. ഇൻപുട്ട് ബോക്സ് ഉണ്ടാവും, സെർച്ച് ബോക്സ് എങ്ങനെ ഉണ്ടാവണം, മെനു, ആ കാര്യങ്ങളൊക്കെ നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയാം. ഇത് പഠിച്ചു വെക്കണം നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞു. പിന്നെ ഇപ്പം നമ്മൾ ഓർഗാനിസംസ്, അതായത് ഇപ്പൊ നമ്മളെന്താ ഇതിൽ ടെക്സ്റ്റും ബട്ടണും എല്ലാം വെച്ചിട്ട് നമ്മളൊരു വേറൊരു കാർഡ് ഉണ്ടാക്കി. സോ അതിന് ഓർഗാനിസംസ് അങ്ങനെ ടെംപ്ലേറ്റ് ഉണ്ടാവും. ടെംപ്ലേറ്റ് പിന്നെ നമ്മൾ പേജും സ്ക്രീനൊക്കെ ചെയ്യും, പിന്നെ ആപ്പിലേക്ക് പോകും. സോ ഇതുണ്ടോ, ഇവർ ആക്ച്വലി സ്പേസിങ്ങും ഷാഡോ ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് ഇങ്ങനെ സ്പേസിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓൾട്ട് നോക്കി കഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണത്. നമുക്ക് സ്പേസിങ് കൺസിസ്റ്റന്റ് ആയി വെക്കാനും, നമുക്ക് 24 പിക്സൽ ഉണ്ടെങ്കിൽ ഇവിടെ ആ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുൾ അതിന് അലൈൻ ചെയ്ത് വരയ്ക്കാൻ പറ്റും. സോ അതാണ് ഇപ്പൊ ആക്ച്വലി ഈ കാർഡിന്റെ കാര്യത്തിൽ ഉള്ളത്. പിന്നീട് ഇനിയിപ്പം ഇതുപോലെ നമുക്ക് ഒരു കാർഡ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഇതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇമേജ് ഇല്ലാത്ത കാർഡ് നമ്മളിത് കോമ്പണന്റ് ആക്കാം. ഈ കാർഡ് ഇപ്പൊ നമ്മൾ മൊത്തം ക്രിയേറ്റ് ചെയ്തതിന് കോമ്പണന്റ് ആക്കി ഇതിപ്പം എത്രയും മാസ്ക് ചെയ്ത ഇമേജ് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. മാസ്ക് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മാസ്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കാരണം ചില സമയത്ത് മാസ്കിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാസ്ക് മാത്രമേ അതന്നെ പിന്നെ ഗ്രൂപ്പ് ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി ലെയർ പൊസിഷനും ഭയങ്കര കാര്യമുണ്ട്. മാസ്ക് ചെയ്യുന്ന ഷേപ്പ് താഴെ വരണം. ചില എനിക്കൊന്ന് അഡോബിയുടെ സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്തവരാണെങ്കിൽ തിരിച്ചായിരിക്കും നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ യൂസ് ചെയ്തവർ കുറച്ച് പേരുണ്ട്. അപ്പോൾ അതിലൊക്കെ ആക്ച്വലി മുകളിലാണ് ഷേപ്പ് വരാം. അപ്പം അങ്ങനെ ചില കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. പിന്നെ ഈ
നമ്മുടെ ലെയർ നമുക്ക് പൊസിഷൻ മാറ്റാനുള്ള കീബോർഡ് ഷോർട്ട് കട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കമാൻഡ് അല്ലെങ്കിൽ കൺട്രോൾ ഐ ഗസ് വിൻഡോസിൽ കൺട്രോൾ ഒക്കെ ആയിട്ട് ഈ പൊസിഷൻ ഈ നമ്മളെ സ്ക്വയർ ബ്രാക്കറ്റ് ഇല്ലേ, അത് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ പൊസിഷൻ നമുക്ക് മാറ്റാൻ പറ്റും. ഇവിടെ എന്തോ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. സോ ഷേപ്പ് ചെയ്ത് മാസ്ക് ചെയ്യുക, ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇമേജ് എടുക്കുക, അതിന്റെ താഴെ നമ്മൾ മാസ്ക് ചെയ്യേണ്ട ഷേപ്പ് കൊടുക്കുക, 2 ലെയറും സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്ത് യൂസ് ആസ് മാസ്ക് കൊടുക്കുക. സോ ഇതിങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ പ്രശ്നം വരുന്നു, അതൊന്ന് ഗ്രൂപ്പ് ചെയ്താൽ മതി. രണ്ടും സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്താൽ മതി. സോ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് ഇത് മാറ്റാൻ പറ്റും. നമുക്ക് വേറൊരു കാർഡ് കൂടെ ഉണ്ടാക്കാം. സ്പേസിൽ നമുക്കൊരു ഹലോ, ചോദിച്ചോ. ആ ഇമേജ് ഇട്ടതില്ല കാർഡിന്റെ മോളില്, അത് പ്ലഗിന്റെ അകത്തൂടെ ഇട്ട ഇമേജ് ഇല്ലേ, അതിപ്പം സെന്റർ അല്ല ഫോക്കസ് ചെയ്യുന്നത്. എനിക്കിപ്പം ഇമേജിന് ടോപ്പ് പാർട്ടോ ബോട്ടം പാർട്ടോ ആയിട്ട് വേണമെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നത്? മനസ്സിലായില്ല ക്വസ്റ്റ്യൻ. ഇത് ഇമേജ് ഇവിടുന്ന് നീക്കാനാണോ? നീക്കാനല്ല, ഇപ്പൊ ഈ ഇമേജിന്റെ അകത്ത് കാർഡിന്റെ ചെറിയ ഭാഗമല്ലേ കാണിച്ചിട്ടുള്ളൂ, ആ ചെറിയ ഭാഗം കാണിച്ചേക്കുന്നത് സെന്റർ അല്ല കാണിച്ചേക്കുന്നത്. അങ്ങനെ. ഓക്കെ ഓക്കെ. അപ്പൊ ടോപ്പോ ബോട്ടോ കാണിക്കാനാണെങ്കിൽ അത് ആക്ച്വലി നമ്മൾ ആ ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് ഇമേജ് സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടെ കുറച്ച് പൊസിഷൻ ഉണ്ടോ, അപ്പൊ അതിനനുസരിച്ച് ഇവിടെ ടൈലുണ്ട്, ക്രോപ്പ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ക്രോപ്പ് ആയിരിക്കും എനിക്ക് തോന്നുന്നു നമുക്ക് ഈ കേസിൽ വേണ്ടി വരാം. സോ ബോട്ടം വേണമെങ്കിൽ മനസ്സിലായില്ലേ? റിപ്പീറ്റ് ചെയ്യാം. ഇതാണ് നമ്മളെ ഇനീഷ്യൽ ഉണ്ടായത്. സോ നമ്മൾ ആ ഇമേജ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുന്ന ഫില്ല് വരും. സോ ഇപ്പൊ ഫിൽഡ് ആയിട്ട് ഉണ്ടാവാം ഇമേജ്, അത് ക്രോപ്പ് കൊടുത്തിട്ട് നീക്കിയാൽ മതി. പിന്നെ നമുക്ക് ഫിറ്റ് ഉണ്ട്, ടൈലുണ്ട്. ടൈൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൈസ് നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് ആ ഓപ്ഷൻസ് ഒന്ന് പ്ലേ അറൗണ്ട് ചെയ്ത് നോക്ക്. ക്രോപ്പാണ് ഇപ്പം അമല് ചോദിച്ച ഓപ്ഷനിൽ ഇപ്പൊ നമുക്കിപ്പം ബോട്ടം വരണമെങ്കിൽ ജസ്റ്റ് ബോട്ടം കാണിക്കാൻ വേണ്ടിയിട്ട് ക്രോപ്പ് ചെയ്ത് ചെയ്യാം. അപ്പൊ ഈ ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാനിവിടെ ക്രോപ്പാ യൂസ് ചെയ്യും. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ ഇത്രയും പറഞ്ഞതില്? ഒന്നുമില്ലല്ലോ. നമ്മളിനിയിപ്പം ഞാൻ അടുത്ത എക്സസൈസ് തരുമ്പം അടുത്ത എന്താ അസൈൻമെന്റ് തരുന്ന സമയത്ത് എന്തായാലും നമ്മളെല്ലാ ബട്ടൺസും ഇതുപോലെ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും കോമ്പണൻസ് ബിൽഡ് അല്ലെങ്കിൽ തിരിച്ചായാലും കോമ്പണൻസ് ചെയ്തിട്ട് വേണം. ഇതൊക്കെ എന്തായാലും കോമ്പണന്റ് ആയിട്ട് കിടക്കണം. ഞാനിങ്ങനെ ഡിസൈൻ സിസ്റ്റം ആദ്യം ഉണ്ടാക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ ഇപ്പം ട്രേസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ആ ഒരു ബട്ടണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനൊരു കോമ്പണന്റ് ആക്കി മാറ്റാം. എന്നിട്ട് ആ കോമ്പണന്റ് എനിക്ക് കാണണം ആക്ച്വലി. പിന്നെ എനിക്ക് അടുത്ത അസൈൻമെന്റിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ ലാസ്റ്റ് ടൈം ഇൻസ്റ്റാഗ്രാം ചെയ്ത് ആ പ്രൊജക്റ്റിൽ തന്നെ ചെയ്താൽ മതി. അതിലെന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് ആദ്യം നിങ്ങളുടെ ആ പ്രൊജക്ടിന്റെ ടൈറ്റിൽ നിങ്ങളുടെ പേര് കൊടുക്കണം. കാരണം എനിക്ക് ആക്ച്വലി ഹോം പേജിൽ വരുന്ന സമയത്ത് കാണാൻ എളുപ്പം, പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്
അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ അതാ എളുപ്പം. അപ്പം നിങ്ങൾ ടൈറ്റിൽ മാറ്റുമ്പോൾ നിങ്ങളുടെ പേര് കൊടുക്കാം. ഓൾറെഡി കുറച്ച് പേര് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഉള്ളത് പേജസ് ആയിട്ട് ഫിഗ്മയിൽ ആക്ച്വലി പേജസ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പ് ഉണ്ട്. ഇപ്പം ലാർജ് സ്കെയിലൊക്കെ ഇപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് ആക്ച്വലി എക്സ്റ്റിയിൽ മിസ്സിംഗ് ആയിട്ടുള്ള കാര്യം. എക്സ്റ്റിയിൽ കാരണം എല്ലാ സ്ക്രീൻസും ഒറ്റൊരു പേജിലുണ്ടാവും. ഇതിലപ്പം പേജിലുകൊണ്ടുള്ള ഒരു ഉപകാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ചെയ്തത് ഈ പേജ് ആണെങ്കിൽ നെക്സ്റ്റ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് അസൈൻമെന്റിന്റെ പേര് അവിടെ കൊടുത്തു, എന്നിട്ട് അവിടെ ബിൽഡ് ചെയ്താൽ മതി. ഇപ്പം ഇതിലിപ്പോ ഞാൻ ഡിസൈൻ സിസ്റ്റം എന്ന് കൊടുക്കണം. കാരണം ഈ ഫിഗ്മയിൽ പേജിന്റെ ഉപകാരം ഇതാണ്. ഇപ്പം ഞാനിപ്പം ഡിസൈൻ സിസ്റ്റം മൊത്തം ഒരു പേജിൽ ഉണ്ടാക്കി മോസ്റ്റ്ലി നെക്സ്റ്റ് പേജിലായിരിക്കും എന്ത് ചെയ്യാം നമ്മളെ പുതിയ സ്ക്രീനൊക്കെ ബിൽഡ് ചെയ്ത് തുടങ്ങി. ഇപ്പൊ ഈ പേജസ് തന്നെ പല രീതിയിൽ യൂസ് ചെയ്യാം. ഇപ്പം നമ്മളിപ്പോ ഒരു ആപ്പും വെബ്സൈറ്റും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പേജിൽ ആപ്പിന്റെ ഡിസൈൻ മാത്രമായിട്ട് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഒരു പേജിൽ വേറെ വെബ്സൈറ്റ് ഡിസൈൻ മാത്രം ചെയ്യാം. ചില ആൾക്കാർക്കാണെങ്കിൽ ഇപ്പൊ നമ്മൾ ലോഗിൻ ആയിട്ട് അല്ലെങ്കിൽ ലോഗിൻ സൈനപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ക്രീൻസ് മാത്രം ചെയ്യാം. കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് മൈക്രോ ലെവലിൽ ഓർഗനൈസ് ചെയ്യാം. അപ്പം നിങ്ങൾ അടുത്ത അസൈൻമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഉള്ള അസൈൻമെന്റ് ഇപ്പൊ രണ്ടെണ്ണം ഓൾറെഡി ചിലവർ ഒറ്റ ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് പേജസ് മാറ്റാൻ നിൽക്കണ്ട. പുതിയ അസൈൻമെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാം. പേജ് നമ്മൾ ലെയേഴ്സിന്റെ അടുത്ത് തന്നെ മുകളിൽ ആക്ച്വലി കാണാൻ പറ്റും. ചിലപ്പം പേജ് 1 ഓൾറെഡി ഇവിടെ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജസ് ക്രിയേറ്റ് ആൻഡ് പ്ലസ് ബട്ടൺ ഉണ്ടാവും. അത് ക്രിയേറ്റ് നെക്കിയിട്ട് കഴിഞ്ഞാൽ പുതിയ പേജ് ഉണ്ടാവും. സോ അങ്ങനെ പുതിയ അസൈൻമെന്റ് അതിലേക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പേര് കൂടെ കൊടുക്കാം. അസൈൻമെന്റ് പ്രൊജക്ട് ടൈറ്റിൽ നിങ്ങളുടെ പേര് കൊടുക്കാം. സോ അതാണ്. ഇനി നമുക്കൊരു കാർഡ് കൂടെ ഇതിന്റെ ഒരു ഇൻസ്റ്റൻസ് കൂടെ ഉണ്ടാക്കിയിട്ട് ഞാനൊരു ഓൾട്ടർനേറ്റീവ് കാർഡാണ് ഉദ്ദേശിച്ചത്. പക്ഷെ തൽക്കാലം ഓൾട്ടർനേറ്റീവ് തന്നെ ചെയ്യാം. സോ ക്വിക്കലി ചെയ്യാണ് നിങ്ങൾ ഒന്നുകൂടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതന്നെ കോപ്പി ചെയ്യാണ്. തൽക്കാലം ഞാൻ ഈ ഇമേജ് പാർട്ട് ഒഴിവാക്കാണ്. എന്നിട്ട് പിന്നെ ആദ്യം ഈ ഇൻസ്റ്റൻസ് ഡിറ്റാച്ച് ചെയ്തു. തൽക്കാലം ഇതിനെ ഗ്രൂപ്പാക്കി മാറ്റാം. കാരണം ഫ്രെയിമാക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നം. സോ ഇതിനെ വീണ്ടും ഗ്രൂപ്പാക്കി, എന്നിട്ട് ഈ ലൈറ്റ് ജസ്റ്റ് താഴോട്ടേക്ക് കൊണ്ടുവരാം. നമ്മൾ 24 hours തരും. ഇതിന്റെ ഹൈറ്റ് വീണ്ടും സെലക്ട് ചെയ്യുന്നു. ഇതിന് ഒന്നുകൂടെ അൺഗ്രൂപ്പ് ചെയ്താൽ നമ്മൾ ഓൾറെഡി അത് ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് വീണ്ടും ഇതിനെ ഗ്രൂപ്പ് ചെയ്യുന്നു, ഫ്രെയിമാക്കി മാറ്റുന്നു. അതിനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഷാഡോ കൊടുക്കാം. നമ്മൾ നേരത്തെ ഷാഡോ കൊടുത്തത് ഈ ഷാഡോ ഞാൻ നേരത്തെ കൊടുത്തത് ഒരു സ്റ്റൈലാക്കി മാറ്റാം. സോ നമുക്ക് വീണ്ടും അടുത്ത കാർഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കാർഡ് ഷാഡോ. സോ ഒരു കാർഡോടെ ജസ്റ്റ് ടെമ്പററി. സോ ബേസിക്കലി അപ്പം
ഇതാണ് ആക്ച്വലി നമ്മൾ കോമ്പണൻസും പിന്നെ അതിൽ നിന്ന് ലാർജർ ആയിട്ടുള്ള കോമ്പണൻസ് ഉണ്ടാക്കും. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ആപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സാധനങ്ങൾ റീയൂസ് ചെയ്താൽ മതി. നാളത്തെ സെഷൻ നമുക്ക് ഒരു സ്ക്രീൻ എങ്ങനെ ഈ സാധനങ്ങളൊക്കെ റീയൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു സ്ക്രീൻ ഉണ്ടാക്കാൻ നോക്കാം. ഒരു ഡെമോ സ്ക്രീൻ എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. പിന്നെ നാളെ ഒരു അസൈൻമെന്റ് കൂടെ തരാം. നിങ്ങൾ കോമ്പണന്റ് ഉണ്ടാക്കിയിട്ട് ഒരു നിങ്ങൾ സെലക്ട് ഇഷ്ടമുള്ള ഒരു സ്ക്രീനോ അല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഇന്നത്തെ സെഷൻ. ഇപ്പം വേറെ ഇപ്പം ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ സെക്കൻഡ് കാർഡ് ഉണ്ടാക്കിയത് ക്വിക്കായിട്ട് ഉണ്ടാക്കിയതിന് ഓൾറെഡി നിങ്ങൾ ക്യാച്ച് ചെയ്തു എന്നുള്ള അസംഷനിലാണ്. അസൈൻമെന്റ് ഏതൊക്കെ ചെയ്യുന്നു? കേട്ടില്ല. അസൈൻമെന്റ് ഏതൊക്കെ ചെയ്യേണ്ടത്? ഈ കമ്പോണന്റ് മാത്രം, കമ്പോണന്റ് ടൈപ്പോഗ്രാഫിയും കളേഴ്സും മാത്രം ചെയ്താൽ മതി? ഞാൻ നാളെ നമ്മൾ എന്തായാലും ഒരു സ്ക്രീൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഐക്കൺസും കൂടെ നാളെ പറയാം. അപ്പം അത് വെച്ച് നമുക്ക് ഐക്കൺസ് കൂടെ നാളെ വരും. ഐക്കൺസ് പിന്നെ ഇന്നലെ പറയണ്ടായിരുന്നു ആക്ച്വലി, വിട്ടുപോയതാണ്, പ്രശ്നമില്ല, അത് നാളെ എടുക്കാം. ഐക്കൺസ് ആക്ച്വലി നമ്മുടെ കളേഴ്സിന്റെയും ടൈപ്പോഗ്രാഫിയുടെ കൂടെ വരുന്ന സാധനം, ആറ്റം ലെവലിൽ വരുന്ന സാധനമാണ് ഐക്കൺസ്. അത് പ്രശ്നമില്ല, അത് ബോധറിയണ്ട. അപ്പൊ നാളെ നമ്മൾ എന്തായാലും ഈ സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു സ്ക്രീൻ നാളെ ചെയ്യും, എന്തെങ്കിലുമൊക്കെ ഒരു ഡെമോ സ്ക്രീൻ. സോ അപ്പം നാളെ ചിലപ്പോൾ സ്ക്രീൻ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടുതൽ കോമ്പണൻസ് ഉണ്ടാക്കേണ്ടി വരുമായിരിക്കും. അപ്പം നാളെ അങ്ങനെ ഒരു സ്ക്രീൻ ഉണ്ടാക്കാം. എന്നിട്ട് നാളെ ഒരു അസൈൻമെന്റ് കൂടെ തരും. വേറെ any questions? ഇനി ഒന്നുമില്ല, നമുക്ക് അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇന്ന് ചുമ്മാ ഈ കോമ്പോണൻസ് ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. എന്തായാലും ഇന്നലെ ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബട്ടൺ സൈസ് ഒക്കെ നിങ്ങൾ എന്തായാലൊക്കെ സ്ക്രീൻ എടുത്ത് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മള് ബട്ടണിന്റെ സൈസ് ഒക്കെ കൊടുത്തത് ഏതാണെന്നുള്ളത്. എന്തായാലൊക്കെ സ്ക്രീൻ എടുത്ത് നമ്മൾ ആദ്യം ട്രേസ് ചെയ്ത് പഠിക്കുന്നതാണ്. നമ്മളിപ്പോ ചിത്രം വരക്കാണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റ് ഒക്കെ നോക്കി വരച്ചാൽ ട്രേസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, ജസ്റ്റ് റെഫറൻസ് വെച്ചിട്ട് അതുപോലെ വരച്ച് നോക്കിയാലും മതി. നമ്മള് ഫസ്റ്റ് ദി ബെസ്റ്റ് വേ ടു ലേൺ അതാണ്. നമ്മള് ഒരു പ്രോപ്പർ മെത്തേഡാണോ എന്ന് നമുക്ക് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. പക്ഷെ ഞാൻ പഠിച്ച മെത്തേഡാണത്, അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോഴേ നമുക്ക് അങ്ങനെ ചെയ്തതിന് നമുക്ക് കുറെ സ്പേസിങ്ങും സ്കെയിലും ഇതൊക്കെ ഐഡിയ വരുള്ളൂ. ടൈപ്പോഗ്രാഫി, ഏത് ഫോണ്ടാണ് ആൾക്കാർ മോസ്റ്റ്ലി എന്തൊക്കെ ടൈപ്പ് ഫോണ്ടാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ കുറെ സ്ക്രീനും ഡിസൈനൊക്കെ നോക്കി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആ ഒരു സെൻസ് ഫിൽ ചെയ്ത് വരും. സോ നിങ്ങൾ എന്തായാലും ഒരു സിസ്റ്റം ചുമ്മാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കോമ്പണൻസും സ്റ്റൈൽസ് ഒക്കെ ഉണ്ടാക്കി വെക്കും. സോ അപ്പൊ നമുക്ക് പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയണ്ട. അസൈൻമെന്റ് ആക്ച്വലി നിങ്ങൾ ഷെയർ നിൽക്കുമ്പോൾ ഇവിടെ ആക്ച്വലി ക്യാൻ വ്യൂ ഉള്ളത്, അത് കൊടുത്തിട്ട് അതില് മാറ്റിയിട്ട് ക്യാൻ എഡിറ്റ് കൊടുത്തിട്ട് എൻ്റെ ഇമെയിൽ ID കൊടുക്കാം. ഞാനത് ഗ്രൂപ്പിലിടാം. അതോടെ നിങ്ങളിപ്പം അസൈൻമെന്റ് ചെയ്യുന്ന ഡോക്യുമെന്റിൽ ചെയ്യാം. ആണ് ഫിഗ്മ യൂസ് ചെയ്യുന്ന ID. സോ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ അന്ന് കൊടുത്താൽ ഷെയർ ഇപ്പം ക്യാൻ വ്യൂ ആയിരിക്കും, നിങ്ങൾ ലിങ്ക് ആയിരിക്കും ഷെയർ ചെയ്തിട്ടുണ്ടാവാം. ജസ്റ്റ് ലിങ്കിന് ഷെയർ ചെയ്യണമെന്നില്ല, ക്യാൻ എഡിറ്റ് കൊടുത്തിട്ട് എൻ്റെ ഇമെയിൽ ID കൊടുക്കുക. സോ അതുകൂടെ ആ ഒരു ഇതിൽ ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ.